കൊല്ലം. എന്തൊക്കെയായിരിക്കും ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനങ്ങൾ എന്നത് നമ്മളൊക്കെ കൗതുകത്തോടെ നോക്കിയിരുന്നതാണ്. എല്ലാ കാർ ഇറക്കുമതിക്കും 25% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യുഎസിലേക്കുള്ള കയറ്റുമതി താൽക്കാലികമായി നിർത്തുമെന്ന് ആഡംബര കാർ നിർമ്മാതാക്കളായ ജാഗ്വറും ലാൻഡ് റോവറും. ചൈനയും നിലപാട് കടുപ്പിച്ചതോടെ നിബന്ധനയോടെ താരിഫിൽ ഇളവ് നൽകാമെന്ന് യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേർന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഈ തീരുമാനത്തിന് എന്നത് കൗതുകത്തോടെ ലോകം നോക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യം അതിൽ വരുന്നത് ജാഗ്വർ അടക്കമുള്ള വലിയ വാഹന നിർമ്മാതാക്കളാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. എന്താണ് ഈ ജാഗ്വർ ഈ വിഷയത്തിൽ അറിയിക്കുന്നത്? ശ്രീജ, ഇതുവരെ കഴിഞ്ഞ വർഷം വരെ $250 ബില്യൺ കാർ കയറ്റുമതിയും അതുപോലെ തന്നെ 450-ലധികം കാർ പാർട്സിന്റെ കയറ്റുമതിയുമാണ് ഇതുവരെ അമേരിക്കയിലേക്ക് നടന്നിരുന്നത്. ഇതാണ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തുന്നു എന്നാണ് ഈ ആഡംബര കാർ നിർമ്മാതാക്കൾ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുക തന്നെയാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഇത്തരം കയറ്റുമതികൾ നിർത്തിവെക്കുന്നു എന്നാണ് ഇപ്പോൾ ആഡംബര കാർ നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇനി ചർച്ചകളിൽ ഒരു ഗുണകരമായ നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തുടർന്നുള്ള നടപടി പിന്നീട് വ്യക്തമാക്കുമെന്നുകൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബില്യൺ കണക്കിന് ഡോളർ കയറ്റുമതി ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ അത് കുറയുന്നു, അത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ നേരത്തെ ചൈനയും നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. അതായത് ഈ താരിഫ് നയത്തിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇതുവരെ ഏർപ്പെടുത്തുന്ന നികുതിക്ക് പുറമെ 34% അധികം നികുതി കൂടി ചൈന ചുമത്തുമെന്ന് യുഎസിന് മേൽ ചുമത്തുമെന്ന് കൂടി ചൈന വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രതികരണം വന്നു. അതായത് ഈ ചൈന ഭയത്തോടെയാണ് നിലപാട് പറയുന്നത്, ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെ ട്രംപിന്റെ പ്രതികരണം വന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് അതിലൊരു അയവ് വരുത്തുന്നു നിലപാടിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്രംപ് വ്യക്തമാക്കിയത് ചൈനയുടെ ഈ നികുതി, അതായത് ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന നികുതി ഏറ്റവും വലുതായിരുന്നു. 54% അധികം താരിഫായിരുന്നു ചൈനയ്ക്ക് മേലുണ്ടായിരുന്നത്. ഇതിൽ ഇളവ് വരുത്താൻ തയ്യാറാണ്. പക്ഷേ ചൈന ആപ്പായ ടിക്ടോക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉടമസ്ഥത അത് അമേരിക്കയുടെ കമ്പനികൾക്ക് എഴുതി നൽകണം എന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഉപാധി. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ചൈനയുടെ ഈ താരിഫ് അത് കുറയ്ക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതിൽ ചൈന മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ താരിഫിനെ ട്രംപ് കാണുന്നത് ഒരു ആയുധമായിട്ടാണ്, മറ്റു രാജ്യങ്ങളിലെ ഈ യുഎസിന്റെ അധീനതയിൽ കൊണ്ടുവരാനുള്ള ഒരു ആയുധം മാത്രമാണ് ട്രംപിന് താരിഫ് എന്നാണ് ഇപ്പോൾ ചൈന ആരോപിക്കുന്നതും. എന്തായാലും ഈ താരിഫുമായി ബന്ധപ്പെട്ട് അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം നീങ്ങുന്നു. അടുത്ത 3 മാസത്തോടു കൂടി പൂർണ്ണമായും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കായിരിക്കും നീങ്ങുക എന്നതായിരുന്നു മുന്നറിയിപ്പ്. ഇപ്പോൾ ഈ കാർ ഇറക്കുമതിയിൽ അടക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു നിലപാടുണ്ട്. അതായത് ഇതിന് മേൽ നികുതി ചുമത്തുന്നത് അത് അമേരിക്കക്ക് ഗുണകരമാകുമെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. അതായത് ഇതോടുകൂടി അമേരിക്കയുടെ ഉൽപാദനം ഇക്കാര്യത്തിൽ കാര്യമായി വർധനമുണ്ടാവും, അമേരിക്കയിൽ തൊഴിൽ കൂടും, അമേരിക്കൻ നിർമ്മാണ കമ്പനികൾക്ക് ഗുണകരമാകുമെന്നൊക്കെയായിരുന്നു ട്രംപിന്റെ വാദവും കണ്ടെത്തലുകളും. പക്ഷേ അങ്ങനെയല്ല, ഇത് അമേരിക്കക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും, പണപ്പെരുപ്പം കൂടും, അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങും. അമേരിക്ക അത്തരത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിയാൽ അത് ലോകരാജ്യങ്ങളെ ഒന്നാകെ ബാധിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ 10%-ലധികം നികുതി ചുമത്തുന്നത് ഈ മാസത്തോടു കൂടിയും മറ്റുള്ളവ അധിക നികുതി ചുമത്തുന്നത് മെയ് ആദ്യത്തിൽ കൂടി പൂർണ്ണമായും പ്രാബല്യത്തിൽ വരാനിരിക്കെ ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നലെ അമേരിക്കയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രതിഷേധ റാലികൾ നടന്നിരുന്നു. ട്രംപിന്റെയും മസ്കിന്റെയും നയങ്ങൾക്കെതിരെയായിരുന്നു ഈ മാർച്ച് നടന്നത്. പ്ലക്കാർഡുകളുമേന്തി ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ അണിനിരുന്നത്.
കൂട്ടപ്പിരിച്ചുവിടൽ, അമേരിക്കയിൽ ഇപ്പോൾ വലിയ രീതിയിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടക്കുന്നുണ്ട്. കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ, അബോർഷൻ നയങ്ങൾക്ക് എതിരെ, ഒപ്പം ഈ താരിഫ് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്കൊക്കെ എതിരെയാണ് ഇത്തരത്തിലൊരു റാലി. ഒരുപക്ഷെ ജനുവരിയിൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ റാലി ഇന്നലെ നടന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതൊരു ആഭ്യന്തര അസംതൃപ്തിയുടെ ലക്ഷണം കൂടിയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് ട്രംപ് മാനേജ് ചെയ്യുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്.